Program 30351, Language 4076, Paniyal Nilambur, Words of Life, Site 8. തെയ്യാൻ്റെ അങ്കളുണ്ടാക്കത്തായി തെയ്യം വലിയ ശക്തിയുള്ള ആളാണ്ട് ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കത്തേ തെയ്യം തന്നെ. മരവും കുണ്ടും തോടും പുയൊക്കെ തെയ്യം തന്നെ ഉണ്ടാക്കത്തായി. കൊടുങ്കാറ്റും മഴ ഇടിയൊക്കെ തെയ്യം സമ്മതിച്ച് തന്നെ ഉണ്ടായിണ്ടായി. നേരത്തിനെയും കാറ്റിനെയും തടുത്തു നിർത്താൻ മനുഷ്യന്മാരെ കൊണ്ട് ആരെ കൊണ്ടും കയ്യ. ശക്തിയുള്ള മനുഷ്യന്മാർക്കുള്ള ദീനൊക്കെ ഉണ്ടായിണ്ടോ. വേണ്ടാത്തനൊക്കെ ചിന്തിക്കേണ്ട മനുഷ്യന്മാരെ കൊണ്ട് തടുപ്പം കയ്യാണ്. മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ലാത്തനൊക്കെ മനുഷ്യന്മാർ ചെയ്യേണ്ടി വരും. ദീന ഗുണക്കടൊക്കെ ഉണ്ടായി മനുഷ്യന്മാരൊക്കെ ചെയ്യാൻ പോകേണ്ടി വരും. ഈ മനുഷ്യന്മാർക്കൊരു കഴിവും കാണി. തെയ്യം മനുഷ്യനെ പോലെയല്ല. തെയ്യത്തിന് മരണം കാണി തെയ്യം എപ്പോഴുള്ള തെയ്യം വിചാരിക്കുന്നമാർക്ക് എല്ലാം തെയ്യത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. മനുഷ്യന്മാരൊക്കെ വാക്ക് മാറ്റൊരു തെയ്യമാക്കുവാറ്റ. തെയ്യം ആദ്യം ഒരു മനുഷ്യനെ ഉണ്ടാക്കിത്തരും. ആ മനുഷ്യൻ തെയ്യത്തിന്റെ മാതിരി തന്നെ ആത്ത. ആ മനുഷ്യന്റെ പേര് ആദ്യം തായിന്തോ. തെയ്യം ആദ്യം ഒരു ഉറട്ടിനെ കൊടുത്ത. ആ ഉറട്ടിന്റെ പേര് രവ്വന്റെ ആയിന്തായി. ആദത്തിനെ അവന് തെയ്യം വളരെ സ്നേഹിക്കുന്നു. തെയ്യം ആരെല്ലാം നല്ലൊരു തോട്ടത്തിലാക്കിക്കുന്നു. ആ തോട്ടത്തിലാർക്ക് തിന്മള ഒരു പാട് പായെന്താ. ഒരു മരത്തിനെ പായം തിന്നരുതെന്ന് തെയ്യം ആരെല്ലാം കൂടി പറഞ്ഞാ അതിനെ തിണ്ടിച്ചുള്ളെങ്കിൽ ആരെ ജീവൻ പോവരു. ആരെന്റെ ജീവിക്കണെന്റെ അതിന്റെ തെയ്യം കരുതിക്കുണ്ടായി. പിശാസിക്ക് തെയ്യത്തിന് കൂടി വിരോധമുണ്ട്. പിശാസി നുണയും ചതിയെ പറയും. പിശാസി തോട്ടത്തിൽ പോയിക്കാൻ തെയ്യം തിന്നരുതെന്ന് പറഞ്ഞ പായ ആരെല്ലാം കൊണ്ട് തീറ്റിച്ച. ആദ്യം അവൻ തെയ്യത്തിന് അനുസരിപ്പം കാണി. ആദ്യം ഉറട്ടിൻ തെയ്യത്തിന് കൂടി പാവം ചെയ്യത്തരും. എൻ്റെ മുതൽ എല്ലാ മനുഷ്യന്മാരും പാവം ചെയ്യൽ തുടങ്ങിത്തരും. പാവം ചെയ്യേണ്ടത് എല്ലാവരും ജീവൻ പോകാൻ നരകത്തിൽ പോകുന്ന തെയ്യം പറഞ്ഞ. നരകത്തിൽ ഭയങ്കര തീയും വേദനയാണ്. പാവം ചെയ്യേണ്ട മനുഷ്യന്മാരെല്ലാവരും നരകത്തിൽ പോണ്ടി വരും. തെയ്യം എല്ലാ മനുഷ്യനെയും സ്നേഹിക്കുന്നുണ്ടോ. അതുകൊണ്ട് എല്ലാ മനുഷ്യനും സ്വർഗത്തിൽ പോകണമെന്ന് തെയ്യം ആഗ്രഹിക്കുന്നുണ്ടോ. സ്വർഗം നല്ല തലാൻ്റെ അവിടെ എൻ്റെ തെയ്യം. പാവമുള്ളവരാരും സ്വർഗത്തിൽ പോകരുത്. നമ്മളെ പാവം മാറ്റം നമ്മളെ കൊണ്ട് കഴിയാം. അതുകൊണ്ട് മനുഷ്യനെ പാവം മാറ്റം തെയ്യം ഭൂമിയിൽ വന്ന. ആ തെയ്യത്തിന് പേര് അതിൻ്റെ യേശുണ്ട്. യേശു ഒരു പാവം ചെയ്യാത്ത നല്ല മനുഷ്യന്. യേശു വയ്യാത്തരൊക്കെ സുഖപ്പെടുത്തി കൊടുത്ത. ബാധയും കൂട്ടുള്ളവരൊക്കെ സുഖാക്കുത്ത. യേശു ജീവൻ പോയവർക്കൊക്കെ പിന്നെ ജീവൻ കൊടുത്ത. അതുപോലെ എത്ര വലിയ കാര്യമൊക്കെ യേശു ചെയ്യുത്താം. യേശുക്ക് മാത്രം എത്ര വലിയ കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. മോശപ്പെട്ട ആൾക്കാർക്കൊക്കെ യേശുവിനെ കൂടി പൊറപ്പാ. ആരെ യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചരും. ആരെ യേശുവിനെ പിടിച്ച് കുറെ തല്ലിയും ചവിട്ടിയും കുത്തിയൊക്കെ ഇട്ടരും. ഒടുങ്കാർ യേശുവിനെ കുരിശിൽ തൂക്കിക്കൊണ്ടരും. നമ്മ പാവം കാരണത്താല നാം നരകത്തിൽ പോകാതിരിപ്പാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി തോന്നെ കഷ്ടപ്പെട്ട് ജീവൻ പോയ. ആ ജീവൻ പോയ യേശു മൂന്നാമത്തെ ദിവസം പിന്നെയും ജീവനോടുക്ക വന്ന. 40 ദിവസം കഴിഞ്ഞ് യേശു സ്വർഗത്തിൽ പോയ. യേശു ഇപ്പോഴും സ്വർഗത്തിലുള്ള. യേശുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കും പോയി സ്വർഗത്തിൽ നിൽക്കാം. യേശുവിനെ കൂടി പറഞ്ഞാൽ നമ്മ പാപമൊക്കെ അവ പുറത്തു തരും. യേശു മാത്രം തെയ്യാണ്ട്. നീ യേശുവിനെ മാത്രം പ്രാർത്ഥിക്കണം. എൻ്റെ നീ ജീവൻ പോയ സ്വർഗത്തിൽ പോവാൻ. ഒരു ദിവസം അന്തിക്ക് ഒരു മനുഷ്യൻ കാളവണ്ടിയിൽ പോയ. നല്ല ഉരുട്ട് കൊണ്ട് വയസ്സേർക്ക് കാമം കാണി. വണ്ടി 3 കുർത്തത്ത് പോയ. എങ്കിൽ ഇപ്പോൾ എൻ്റെ നിച്ചല്ലാതെ ഒരു വയലിൽ കൂടെ തന്നെ തൊളിച്ചു വിട്ടു. വയലിൽ ചളിയും മണ്ണ് വെച്ച് കാളയ്ക്ക് പോകാൻ വയ്യ. വണ്ടിക്കാരൻ കാളനെ അടിച്ചു കാട്ടിയൊക്കെ വിട്ട. അവ എങ്കിൽ പോൻ്റെ കാള വണ്ടിക്കാരൻ അറിയാം. സ്വന്തം നാട് വിട്ട് നല്ല നാട് നോക്കി തിരഞ്ഞു പോയവ. അവൻ്റെ നാട്ടിലാണെങ്കിൽ തിരക്കും മക്കണം സൂക്കടൊക്കെ വെച്ച നാട് വിട്ട് പോയാ. പോൻ്റെ വയലിൽ കള്ളന്മാരൻ കാണിത്തോണ്ടിൻ്റെ അവൻ കരുതുത്താം. ഈ വയലിൽ കൂടെ പോയാൽ നല്ല സ്ഥലത്തേക്ക് എത്തുൻ്റെ അവൻ കരുതുത്താം. മനുഷ്യന്മാരൊക്കെ കാളവണ്ടിക്കാരനെ പോലെ പോണ്ടിരാണ്ട്. നാമം കാളവണ്ടിക്കാരനെ ശരിക്കും വയ്യ അറിയാത്തരാണ്ട്. നാമ നല്ല വയ്യ അറിഞ്ഞിരിക്കണം. കാരണം ഇനി നാമ ജീവൻ പോയി കഴിഞ്ഞാൽ നല്ല വഴി തിരഞ്ഞെടുപ്പാൻ കഴിയാം. ഈ ഭൂമിയിലെ ജീവിതം പാവം ദുഃഖം നിറഞ്ഞുണ്ട്. നമ്മളാകാത്ത വയലിൽ കൂടെ നടത്തം മുടിച്ച് ചെയ്ത്തി നടക്കുന്നുണ്ടോ. പാവപ്പെട്ട വയലിൽ കൂടെ നമ്മളെ തെയ്ത്ത് നടത്തുന്നുണ്ടോ. തെയ്ത്ത് നല്ല വഴിക്ക് തെയ്യത്തിനടുത്ത് പോ വൈക്കൽ കാണി. ഏത് വഴിക്ക് പോയാലും തെയ്യത്തിനടുത്തേക്കെല്ലാം എത്താൻ ചിലർ ചോദിപ്പരും. അല്ല, ഒരിക്കലും അവിടേക്കല്ല. പല വഴികളും പാവത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകണ്ടോ. ചൈത്തന തലാൻ്റെ ഈ നരകത്തിൽ ഒരിക്കലും കെടാത്ത തീയുള്ള.
ഇപ്പൊ നാം പാവത്തിൽ കൂടെ നടന്നാൽ ജീവൻ പോന്ന നരകത്തിൽ തീയിൽ അനുഭവിച്ചാടണ്ടായി. നരകത്തിലേക്ക് പോയാൽ പിന്നെ നമുക്ക് അവിടുന്ന് പുറത്തേക്ക് വരുവാൻ പറ്റാം. എൻ്റെ നാം ആ തീയിൽ കിടന്ന് വേദന സഹിക്കേണ്ടി വരും. ആ തീയിലേക്ക് പോകാതെ ഇപ്പം നമുക്ക് വേറെ വലിച്ച വഴിയുള്ളൂ. ഒരു വഴിയുള്ള ആ വഴി മനസ്സുണ്ടാക്കുന്ന വഴിയല്ല, പുണ്യകാര്യം ചെയ്യിച്ച് കളിച്ച വഴിയൻ്റെ അല്ല. അനുസരിപ്പ് ഇഷ്ടമുള്ളവർക്ക് തെയ്യം ഉണ്ടാക്കുന്ന വഴിയാൻ്റെത്. തെയ്യത്തിനടുത്തേക്കുള്ള വഴിയാണ് നാം അറിയണ്ടായി. യേശുവിനെ വിശ്വസിക്കണം. പാവത്തിനെ കുറിച്ച് സങ്കടപ്പെട്ട് യേശുവിനെ കുറിച്ച് നീ പറയണം. പാവൻ്റെ പിന്നെ നീ ചെയ്യരുത്. എന്താ നിന്നെ യേശു സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നല്ല തന്തോഷത്തു കൂടെ തെയ്യത്തിനടുത്ത് എന്തും ജീവിക്കാം. ആരുടെ പാവം തെയ്യം ശ്രമിച്ചു കൊണ്ട് ആരൊക്കെ എന്തും തന്തോഷമാണ്. യേശുവിനെ വിശ്വസിക്കാത്തവർക്ക് ഈ തന്തോഷം കിട്ടാം. ഒരു കാര്യം കേൾക്ക്, യേശുവിനെ വഴിയിൽ കൂടെ പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. യേശുവിനെ നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴിക്ക് പോകാൻ നിന്നെ യേശു സഹായിക്കും. യേശു മാത്രമേ ഈ തന്തോഷമുള്ള സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ കഴിയും. നിന്നെ പാവം കളഞ്ഞ് നല്ല സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിച്ചാണ്ട് യേശുവിനെ ജീവൻ പോയി. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ യേശു ജീവിച്ചു വന്ന ആ യേശു ഇണ്ടും ജീവിക്കണ്ടോ. യേശുവിനെ വിശ്വസിക്കുന്നവരെല്ലാവരും യേശു സ്വീകരിക്കണ്ട. യേശുവിനെ നീ ഇപ്പം തന്നെ വിശ്വസിക്കണം. തെയ്യാൻ്റെ അങ്കളുണ്ടാക്കത്തായി. തെയ്യം വലിയ ശക്തിയുള്ള ആളാണ്ട്. ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കത്തേ തെയ്യം തന്നെ. മരവും കുണ്ടും തോടും പുയൊക്കെ തെയ്യം തന്നെ ഉണ്ടാക്കത്തായി. കൊടുങ്കാറ്റും മഴ ഇടിയൊക്കെ തെയ്യം സമ്മതിച്ച് തന്നെ ഉണ്ടായിണ്ടായി. നേരത്തിനെയും കാറ്റിനെയും തടുത്തു നിർത്താൻ മനുഷ്യന്മാരെ കൊണ്ട് ആരെ കൊണ്ടും കയ്യ. ശക്തിയുള്ള മനുഷ്യന്മാർക്കുള്ള ദീനൊക്കെ ഉണ്ടായിണ്ടോ. വേണ്ടാത്തനൊക്കെ ചിന്തിക്കേണ്ട മനുഷ്യന്മാരെ കൊണ്ട് തടുപ്പം കയ്യാണ്. മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ലാത്തനൊക്കെ മനുഷ്യന്മാർ ചെയ്യേണ്ടി വരും. ദീന ഗുണക്കടക്കം ഉണ്ടായി മനുഷ്യന്മാരൊക്കെ ചെയ്യാൻ പോകേണ്ടി വരും. ഈ മനുഷ്യന്മാർക്കൊരു കഴിവും കാണി. തെയ്യം മനുഷ്യനെ പോലെയല്ല. തെയ്യത്തിന് മരണം കാണി തെയ്യം എപ്പോഴുള്ള. തെയ്യം വിചാരിക്കുന്നമാർക്ക് എല്ലാം തെയ്യത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. മനുഷ്യന്മാരൊക്കെ വാക്ക് മാറ്റൊരു തെയ്യമാക്ക് മാറ്റാം. തെയ്യം ആദ്യം ഒരു മനുഷ്യനെ ഉണ്ടാക്കി തരും. ആ മനുഷ്യൻ തെയ്യത്തിനെ മാറി തന്നെ ആത്താം. ആ മനുഷ്യന്റെ പേര് ആദ്യം തായിന്തോ. തെയ്യം ആദ്യം ഒരു ഉറട്ടിനെ കൊടുത്ത ആ ഉറട്ടിന്റെ പേര് രവ്വൻ്റെ ആയിന്തായി. ആദത്തിനെ അവനും തെയ്യം വളരെ സ്നേഹിക്കുന്നു. തെയ്യം ആരെല്ലാം നല്ലൊരു തോട്ടത്തിലാക്കിക്കുന്നു. ആ തോട്ടത്തിലാർക്ക് തിന്മള ഒരു പാട് പായം എന്താ. ഒരു മരത്തിന് പായം തിന്നരുതെന്ന് തെയ്യം ആരെല്ലാം കൂടി പറഞ്ഞാ അതിനെ തിണ്ടിച്ചുള്ളെങ്കിൽ ആരെ ജീവൻ പോവരു. ആരെന്തും ജീവിക്കണം എൻ്റെ തെയ്യം കരുതിക്കുണ്ടായി. പിശാസിക്ക് തെയ്യത്തിന് കൂടി വിരോധമുണ്ട്. പിശാസി നുണയും ചതിയെ പറയും. പിശാസി തോട്ടത്തിൽ പോയിക്കാൻ തെയ്യം തിന്നരുതെന്ന് പറഞ്ഞ പായ ആരെല്ലാം കൊണ്ട് തീറ്റിച്ചാ. ആദ്യം അവൻ തെയ്യത്തിന് അനുസരിപ്പം കാണി. ആദ്യം തെയ്യത്തിനും കൂടി പാവം ചെയ്യത്തരും. എൻ്റെ മുതൽ എല്ലാ മനുഷ്യന്മാരും പാവം ചെയ്യൽ തുടങ്ങത്തരും. പാവം ചെയ്യേണ്ടത് എല്ലാവരും ജീവൻ പോകാൻ നരകത്തിൽ പോകുന്ന തെയ്യം പറഞ്ഞ. നരകത്തിൽ ഭയങ്കര തീയും വേദനയാണ്. പാവം ചെയ്യേണ്ട മനുഷ്യന്മാരെല്ലാവരും നരകത്തിൽ പോകേണ്ടി വരും. തെയ്യം എല്ലാ മനുഷ്യനെയും സ്നേഹിക്കണ്ടോ. അതുകൊണ്ട് എല്ലാ മനുഷ്യനും സ്വർഗത്തിൽ പോകണമെന്ന് തെയ്യം ആഗ്രഹിക്കണ്ടോ. സ്വർഗം നല്ല തലാൻ്റെ അവിടെ എൻ്റെ തെയ്യം. പാവമുള്ളവരാരും സ്വർഗത്തിൽ പോകരുത്. നമ്മളെ പാവം മാറ്റം നമ്മളെ കൊണ്ട് കഴിയാം. അതുകൊണ്ട് മനുഷ്യനെ പാവം മാറ്റം തെയ്യം ഭൂമിയിൽ വന്ന. ആ തെയ്യത്തിന് പേര് അതിൻ്റെ യേശു ഉണ്ട്. യേശു ഒരു പാവം ചെയ്യാത്ത നല്ല മനുഷ്യന്. യേശു വയ്യാത്തവരൊക്കെ സുഖപ്പെടുത്തി കൊടുത്ത. ബാധയും കൂട്ടുള്ളവരൊക്കെ സുഖാക്കുത്ത. യേശു ജീവൻ പോയവർക്കൊക്കെ പിന്നെ ജീവൻ കൊടുത്ത. അതുപോലെ എത്ര വലിയ കാര്യമൊക്കെ യേശു ചെയ്യുത്താം. യേശുക്ക് മാത്രം എത്ര വലിയ കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. മോശപ്പെട്ട ആൾക്കാർക്കൊക്കെ യേശുവിനെ കൂടി പൊറപ്പാ. ആ യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചത്. ആ യേശുവിനെ പിടിച്ച് കുറെ തല്ലിയും ചവിട്ടി കുത്തിയൊക്കെ ഇട്ടരു. ഒടുങ്കാർ യേശുവിനെ കുരിശിൽ തൂക്കിക്കൊണ്ടരു. നമ്മ പാവം കാരണത്താല നാം നരകത്തിൽ പോകാതിരിപ്പാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി തോന്നെ കഷ്ടപ്പെട്ട് ജീവൻ പോയ. ആ ജീവൻ പോയ യേശു 3-ാമത്തെ ദിവസം പിന്നെയും ജീവൻ എടുക്കാൻ വന്ന. 40 ദിവസം കഴിഞ്ഞ് യേശു സ്വർഗത്തിൽ പോയ. യേശു ഇപ്പോഴും സ്വർഗത്തിലുള്ള. യേശുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കും പോയി സ്വർഗത്തിൽ നിൽക്കാം. യേശുവിനെ കൂടി പറഞ്ഞാൽ നമ്മ പാപമൊക്കെ അവ പുറത്തു തരും. യേശു മാത്രം തെയ്യാണ്ട്. നീ യേശുവിനെ മാത്രം പ്രാർത്ഥിക്കണം. എന്താ നീ ജീവൻ പോയ സ്വർഗത്തിൽ പോവാൻ. ഒരു ദിവസം അന്തിക്ക് ഒരു മനുഷ്യൻ കാളവണ്ടിയിൽ പോയ. നല്ല ഉരുട്ട് കൊണ്ട് വയസ്സരിക്ക് കാമം കാണി. വണ്ടി 3 കൂർത്തത്ത് പോയ. എങ്കിൽ ഇപ്പോൾ എൻ്റെ നിച്ചല്ലാതെ ഒരു വയലിൽ കൂടെ തന്നെ തെളിച്ചു വിട്ടു.
വയലിൽ ചളിയും മണ്ണ് വെച്ച് കാളയ്ക്ക് പോകാൻ വയ്യ. വണ്ടിക്കാരൻ കാളനെ അടിച്ചു കാട്ടിയൊക്കെ വിട്ട. അവ എങ്കെ പോന്റെ കാള വണ്ടിക്കാരൻ അറിയാം. സ്വന്തം നാട് വിട്ട് നല്ല നാട് നോക്കി തിരഞ്ഞു പോയവ. അവന് നാട്ടിലാങ്കി തിരക്കും മക്കളും സൂക്കടൊക്കെ വെച്ച നാട് വിട്ട് പോയാ. പോന്റെ വയലിൽ കള്ളന്മാരൻ കാണിത്തോണ്ടിണ്ട് അവൻ കരുതിത്താം. ഈ വയലിൽ കൂടെ പോയാൽ നല്ല സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അവൻ കരുതിത്താം. മനുഷ്യന്മാരൊക്കെ കാളവണ്ടിക്കാരനെ പോലെ പോണ്ടിരാണ്ട്. നാമൻ കാളവണ്ടിക്കാരനെ ശരിക്ക് വഴി അറിയാത്തിരാണ്ട്. നാമ നല്ല വഴി അറിഞ്ഞിരിക്കണം. കാരണം ഇനി നാമ ജീവൻ പോയി കഴിഞ്ഞാൽ നല്ല വഴി തിരഞ്ഞെടുപ്പാൻ കഴിയാം. ഈ ഭൂമിയിലെ ജീവിതം പാവം ദുഃഖം നിറഞ്ഞുണ്ട്. നമ്മളാകാത്ത വയലിൽ കൂടെ നടത്തം മുടിച്ച് ചെയ്ത്തി നടക്കുന്നുണ്ടോ? പാവപ്പെട്ട വയലിൽ കൂടെ നമ്മളെ തെയ്ത്ത് നടത്തുന്നുണ്ടോ? തെയ്ത്ത് നല്ല വഴിക്ക് തെയ്യത്തിനടുത്ത് പോ വൈക്കൽ കാണി. ഏത് വഴിക്ക് പോയാലും തെയ്യത്തിനടുത്തേക്കെല്ലാം എത്താൻ ചിലർ ചോദിപ്പരും. അല്ല, ഒരിക്കലും അവിടേക്കല്ല. പല വഴികളും പാവത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകുന്നുണ്ടോ? ചെയ്ത്തന തലാൻ്റെ ഈ നരകത്തിൽ ഒരിക്കലും കെടാത്ത തീയുള്ള. ഇപ്പം നാം പാവത്തിൽ കൂടെ നടന്നാൽ ജീവൻ പോന്ന നരകത്തിൽ തീയിൽ അനുഭവിച്ചാടുണ്ടായി. നരകത്തിലേക്ക് പോയാൽ പിന്നെ നമുക്ക് അവിടുന്ന് പുറത്തേക്ക് വരുവാൻ പറ്റാം. എൻ്റെ നാം ആ തീയിൽ കിടന്ന് വേദന സഹിക്കേണ്ടി വരും. ആ തീയിലേക്ക് പോകാതെ ഇപ്പം നമുക്ക് വേറെ വലിച്ച വഴിയുള്ളൂ. ഒരു വഴിയുള്ള ആ വഴി മനസ്സുണ്ടാക്കുന്ന വഴിയല്ല. പുണ്യകാര്യം ചെയ്യിച്ച് കളിച്ച വഴിയൻ്റെ അല്ല. അനുസരിപ്പ് ഇഷ്ടമുള്ളവർക്ക് തെയ്യം ഉണ്ടാക്കുന്ന വഴിയാൻ്റെത്. തെയ്യത്തിനടുത്തേക്കുള്ള വഴിയാണ് നാം അറിയണ്ടായി. യേശുവിനെ വിശ്വസിക്കണം. പാവത്തിനെ കുറിച്ച് സങ്കടപ്പെട്ട് യേശുവിനെ കുറിച്ച് നീ പറയണം. പാവൻ്റെ പിന്നെ നീ ചെയ്യരുത്. എന്താ നിന്നെ യേശു സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നല്ല തന്തോഷത്തു കൂടെ തെയ്യത്തിനടുത്ത് എന്തും ജീവിക്കാം. ആരുടെ പാവം തെയ്യം ശ്രമിച്ചു കൊണ്ട് ആരൊക്കെ എന്തും തന്തോഷം തന്നെ. യേശുവിനെ വിശ്വസിക്കാത്തവർക്ക് ഈ തന്തോഷം കിട്ടാം. ഒരു കാര്യം കേൾക്ക്. യേശുവിനെ വഴിയിൽ കൂടെ പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. യേശുവിനെ നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴിക്ക് പോകാൻ നിന്നെ യേശു സഹായിക്കും. യേശു മാത്രമേ ഈ തന്തോഷമുള്ള സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ കഴിയും. നിന്നെ പാവം കളഞ്ഞ് നല്ല സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിച്ചാൻ്റെ യേശുവിനെ ജീവൻ പോയി. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ യേശു ജീവിച്ചു വന്ന. ആ യേശു ഇണ്ടും ജീവിക്കണ്ടോ? യേശുവിനെ വിശ്വസിക്കുന്നവരെല്ലാവരും യേശു സ്വീകരിക്കണ്ടോ? യേശുവിനെ നീ ഇപ്പം തന്നെ വിശ്വസിക്കണം. Program 30351, language 4076, Paniar Nilambur, Words of Life, Side B. തെയ്യാൻ്റെ അങ്കളുണ്ടാക്കത്തായി. തെയ്യം വലിയ ശക്തിയുള്ള ആളാണ്ട്. ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കത്തേ തെയ്യം തന്നെ. മരം കുണ്ടും തോടും പുയൊക്കെ തെയ്യം തന്നെ ഉണ്ടാക്കത്തായി. കൊടുങ്കാറ്റും മഴ ഇടിയൊക്കെ തെയ്യം സമ്മതിച്ച് തന്നെ ഉണ്ടായിണ്ടായി. നേരത്തിനെയും കാറ്റിനെയും തടുത്തു നിർത്താൻ മനുഷ്യന്മാരെ കൊണ്ട് ആരെ കൊണ്ടും കയ്യ. ശക്തിയുള്ള മനുഷ്യന്മാർക്കുള്ള ദീനൊക്കെ ഉണ്ടായിണ്ടോ? വേണ്ടാത്തനൊക്കെ ചിന്തിക്കേണ്ട മനുഷ്യന്മാരെ കൊണ്ട് തടുപ്പം കയ്യാം. മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ലാത്തനൊക്കെ മനുഷ്യന്മാർ ചെയ്യേണ്ടി വരും. ദീന ഗുണക്കടൊക്കെ ഉണ്ടായി മനുഷ്യന്മാരൊക്കെ ചെയ്യാൻ പോകേണ്ടി വരും. ഈ മനുഷ്യന്മാർക്കൊരു കഴിവും കാണി. തെയ്യം മനുഷ്യനെ പോലെയല്ല. തെയ്യത്തിന് മരണം കാണി. തെയ്യം എപ്പോഴുള്ള തെയ്യം വിചാരിക്കുന്നമാർക്കെല്ലാം തെയ്യത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. മനുഷ്യന്മാരൊക്കെ വാക്ക് മാറ്റൊരു തെയ്യമാക്ക് മാറ്റാം. തെയ്യം ആദ്യം ഒരു മനുഷ്യനെ ഉണ്ടാക്കിത്തരും. ആ മനുഷ്യൻ തെയ്യത്തിനെ മാരി തന്നെ ആത്ത. ആ മനുഷ്യന്റെ പേര് ആദ്യം തായിന്തോ. തെയ്യം ആദ്യം ഒരു ഉറട്ടിനെ കൊടുത്ത. ആ ഉറട്ടിന്റെ പേര് രവ്വൻ്റെ ആയിന്തായി. ആദത്തിനെ പോകാനും തെയ്യം വളരെ സ്നേഹിക്കുന്നു. തെയ്യം ആരെല്ലാം നല്ലൊരു തോട്ടത്തിലാക്കിക്കുന്നു. ആ തോട്ടത്തിലാർക്ക് തിന്മള ഒരു പാട് പായെന്താ. ഒരു മരത്തിനെ പായം തിന്നരുതെന്ന് തെയ്യം ആരെല്ലാം കൂടി പറഞ്ഞാ. അതിനെ തിണ്ടിച്ചുള്ളെങ്കിൽ ആരെ ജീവൻ പോവരു. ആരെന്തും ജീവിക്കണം എൻ്റെ അതിൻ്റെ തെയ്യം കരുതിക്കുണ്ടായി. പിശാചിക്ക് തെയ്യത്തിന് കൂടി വിരോധമുണ്ട്. പിശാചി നുണയും ചതിയെ പറയും. പിശാചി തോട്ടത്തിൽ പോയി തെയ്യം തിന്നരുതെന്ന് പറഞ്ഞ പായ ആരെല്ലാം കൊണ്ട് തീറ്റിച്ചാ. ആദ്യം അവ തെയ്യത്തിന് അനുസരിപ്പം കാണി. ആദ്യം തെയ്യത്തിനും കൂടി പാവം ചെയ്യത്തരും. എൻ്റെ മുതൽ എല്ലാ മനുഷ്യന്മാരും പാവം ചെയ്യൽ തുടങ്ങത്തരും. പാവം ചെയ്യേണ്ടത് എല്ലാവരും ജീവൻ പോകാൻ നരകത്തിൽ പോകുന്ന തെയ്യം പറഞ്ഞ. നരകത്തിൽ ഭയങ്കര തീയും വേദനയാണ്. പാവം ചെയ്യേണ്ട മനുഷ്യന്മാരെല്ലാവരും നരകത്തിൽ പോണ്ടി വരും. തെയ്യം എല്ലാ മനുഷ്യനെയും സ്നേഹിക്കണ്ടോ? അതുകൊണ്ട് എല്ലാ മനുഷ്യനും സ്വർഗത്തിൽ പോകണമെന്ന് തെയ്യം ആഗ്രഹിക്കണ്ടോ? സ്വർഗം നല്ല തലാൻ്റെ അവിടെ എൻ്റെ തെയ്യം. പാവമുള്ളവരാരും സ്വർഗത്തിൽ പോകരുത്. നമ്മളെ പാവം മാറ്റം നമ്മളെ കൊണ്ട് കഴിയാം. അതുകൊണ്ട് മനുഷ്യനെ പാവം മാറ്റം തെയ്യം ഭൂമിയിൽ വന്ന. ആ തെയ്യത്തിന് പേര് അതിൻ്റെ യേശു ഉണ്ട്. യേശു ഒരു പാവം ചെയ്യാത്ത നല്ല മനുഷ്യന്. യേശു വയ്യാത്തരൊക്കെ സുഖപ്പെടുത്തി കൊടുത്ത.
വാതയും കൂട്ടുള്ളവരൊക്കെ സുഖാക്കുത്ത. യേശു ജീവൻ പോയവർക്കൊക്കെ പിന്നെ ജീവൻ കൊടുത്ത. അതുപോലെ എത്ര വലിയ കാര്യമൊക്കെ യേശു ചെയ്യുത്താം. യേശുക്ക് മാത്രം എത്ര വലിയ കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. മോശപ്പെട്ട ആൾക്കാർക്കൊക്കെ യേശുവിനെ കൂടി പൊറപ്പാ. ആരെ യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചത്. ആരെ യേശുവിനെ പിടിച്ച് കുറെ തല്ലിയും ചവിട്ടി കുത്തിയൊക്കെ ഇട്ടരു. ഒടുങ്കാർ യേശുവിനെ കുരിശിൽ തൂക്കിക്കൊണ്ടരു. നമ്മ പാവം കാരണത്താല നാം നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി തോന്നെ കഷ്ടപ്പെട്ട് ജീവൻ പോയ. ആ ജീവൻ പോയ യേശു 3-ാമത്തെ ദിവസം പിന്നെയും ജീവനൊടുക്കം വന്ന. 40 ദിവസം കഴിഞ്ഞ് യേശു സ്വർഗത്തിൽ പോയ. യേശു ഇപ്പോഴും സ്വർഗത്തിലുള്ള. യേശുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കും പോയി സ്വർഗത്തിൽ നിൽക്കാം. യേശുവിനെ കൂടി പറഞ്ഞാൽ നമ്മ പാപമൊക്കെ പുറത്തു തരും. യേശു മാത്രം തെയ്യാണ്ട്. നീ യേശുവിനെ മാത്രം പ്രാർത്ഥിക്കണം. എന്താ നീ ജീവൻ പോയ സ്വർഗത്തിൽ പോവാൻ. ഒരു ദിവസം അന്തിക്ക് ഒരു മനുഷ്യൻ കാളവണ്ടിയിൽ പോയ. നല്ല ഉരുട്ട് കൊണ്ട് വയസ്സേർക്ക് കാമം കാണി. വണ്ടി 3 കൊടുത്തത്ത് പോയ. എങ്കിൽ ഇപ്പൊ എന്റെ നിച്ചല്ലാതെ ഒരു വയലിൽ കൂടെ തന്നെ തെളിച്ചു വിട്ടു. വയലിൽ ചളിയും മണ്ണ് വെച്ച് കാളയ്ക്ക് പോകാൻ വയ്യ. വണ്ടിക്കാരൻ കാളനെ അടിച്ചാട്ടിയൊക്കെ വിട്ട. അവ എങ്കിൽ പോന്റെ കാള വണ്ടിക്കാരൻ അറിയാം. സ്വന്തം നാട് വിട്ട് നല്ല നാട് നോക്കി തിരഞ്ഞു പോയവ. അവനെ നാട്ടിലെങ്കിൽ തിരക്കും മക്കണം സൂക്കടൊക്കെ വെച്ച നാട് വിട്ട് പോയ. പോന്റെ വയലിൽ കള്ളന്മാരൻ കാണിത്തോണ്ടി അവൻ കരുതുത്താം. ഈ വയലിൽ കൂടെ പോയാൽ നല്ല സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അവൻ കരുതുത്താം. മനുഷ്യന്മാരൊക്കെ കാളവണ്ടിക്കാരനെ പോലെ പോണ്ടിരാണ്ട്. നാമൻ കാളവണ്ടിക്കാരനെ ശരിക്കും വഴി അറിയാത്തരാണ്ട്. നാമ നല്ല വഴി അറിഞ്ഞിരിക്കണം. കാരണം ഇനി നാമ ജീവൻ പോയി കഴിഞ്ഞാൽ നല്ല വഴി തിരഞ്ഞെടുപ്പാൻ കഴിയാം. ഈ ഭൂമിയിലെ ജീവിതം പാവം ദുഃഖം നിറഞ്ഞുണ്ട്. നമ്മളാകാത്ത വയലിൽ കൂടെ നടത്തം മുടിച്ച് ചെയ്ത്ത് നടക്കുന്നുണ്ട്. പാവപ്പെട്ട വയലിൽ കൂടെ നമ്മളെ തെയ്ത്ത് നടത്തുന്നുണ്ട്. തെയ്ത്ത് നല്ല വഴിക്ക് തെയ്യത്തിനടുത്ത് വൈക്കൽ കാണി. ഏത് വഴിക്ക് പോയാലും തെയ്യത്തിനടുത്തേക്കല്ല എത്താൻ ചിലർ ചോദിപ്പരും. അല്ല, ഒരിക്കലും അവിടേക്കല്ല. പല വഴികളും പാവത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ചെയ്ത്തന തലാൻ്റെ ഈ നരകത്തിൽ ഒരിക്കലും കെടാത്ത തീയുള്ള. ഇപ്പം നാം പാവത്തിൽ കൂടെ നടന്നാലും ജീവൻ പോകാൻ നരകത്തിൽ തീയിൽ അനുഭവിച്ചാടുണ്ടായി. നരകത്തിലേക്ക് പോയാൽ പിന്നെ നമുക്ക് അവിടുന്ന് പുറത്തേക്ക് വരുവാൻ പറ്റാം. എൻ്റെ നാം ആ തീയിൽ കിടന്ന് വേദന സഹിക്കേണ്ടി വരും. ആ തീയിലേക്ക് പോകാതെ ഇപ്പം നമുക്ക് വേറെ വലിച്ച വഴിയുള്ളൂ. ഒരു വഴിയുള്ള ആ വഴി മനസ്സുണ്ടാക്കുന്ന വഴിയല്ല. പുണ്യകാര്യം ചെയ്യിച്ച് കളിച്ച വഴിയൻ്റെ അല്ല. അനുസരിപ്പ് ഇഷ്ടമുള്ളവർക്ക് തെയ്യം ഉണ്ടാക്കുന്ന വഴിയാൻ്റെത്. തെയ്യത്തിനടുത്തേക്കുള്ള വഴിയാണ് നാം അറിയണ്ടായി. യേശുവിനെ വിശ്വസിക്കണം. പാവത്തിനെ കുറിച്ച് സങ്കടപ്പെട്ട് യേശുവിനെ കുറിച്ച് നീ പറയണം. പാവൻ്റെ പിന്നെ നീ ചെയ്യരുത്. എന്താ നിന്നെ യേശു സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നല്ല തന്തോഷത്ത് കൂടെ തെയ്യത്തിനടുത്ത് എന്തും ജീവിക്കാം. ആരുടെ പാവം തെയ്യം ശ്രമിച്ചു കൊണ്ട് ആരൊക്കെ എന്തും തന്തോഷം തന്നെ. യേശുവിനെ വിശ്വസിക്കാത്തവർക്ക് ഈ തന്തോഷം കിട്ടാം. ഒരു കാര്യം കേക്ക്. യേശുവിനെ വഴിയിൽ കൂടെ പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. യേശുവിനെ നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴിക്ക് പോകാൻ നിന്നെ യേശു സഹായിക്കും. യേശു മാത്രമേ ഈ തന്തോഷമുള്ള സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ കഴിയും. നിന്നെ പാവം കളഞ്ഞ് നല്ല സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിച്ചാണ്ട് യേശുവിനെ ജീവൻ പോയി. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ യേശു ജീവിച്ചു വന്ന. ആ യേശു ഇണ്ടും ജീവിക്കണ്ടോ? യേശുവിനെ വിശ്വസിക്കുന്നവരെല്ലാവരും യേശു സ്വീകരിക്കണ്ട. യേശുവിനെ നീ ഇപ്പം തന്നെ വിശ്വസിക്കണം. തെയ്യാൻ്റെ അങ്കളുണ്ടാക്കത്തായി. തെയ്യം വലിയ ശക്തിയുള്ള ആളാണ്ട്. ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കത്തേ തെയ്യം തന്നെ. മരവും കുണ്ടും തോടും പുയൊക്കെ തെയ്യം തന്നെ ഉണ്ടാക്കത്തായി. കൊടുങ്കാറ്റും മഴ ഇടിയൊക്കെ തെയ്യം സമ്മതിച്ച് തന്നെ ഉണ്ടായിണ്ടായി. നേരത്തിനെയും കാറ്റിനെയും തടുത്തു നിർത്താൻ മനുഷ്യന്മാരെ കൊണ്ട് ആരെ കൊണ്ടും കയ്യ. ശക്തിയുള്ള മനുഷ്യന്മാർക്കുള്ള ദീനൊക്കെ ഉണ്ടായിണ്ടോ. വേണ്ടാത്തനൊക്കെ ചിന്തിക്കേണ്ട മനുഷ്യന്മാരെ കൊണ്ട് തടുപ്പം കയ്യാം. മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ലാത്തനൊക്കെ മനുഷ്യന്മാർ ചെയ്യേണ്ടി വരും. ദീന ഗുണക്കടൊക്കെ ഉണ്ടായി മനുഷ്യന്മാരൊക്കെ ചെയ്യാൻ പോകേണ്ടി വരും. ഈ മനുഷ്യന്മാർക്കൊരു കഴിവും കാണി. തെയ്യം മനുഷ്യനെ പോലെയല്ല. തെയ്യത്തിന് മരണം കാണി. തെയ്യം എപ്പോഴുള്ള തെയ്യം വിചാരിക്കുന്നമാർക്ക് എല്ലാം തെയ്യത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. മനുഷ്യന്മാരൊക്കെ വാക്ക് മാറ്റൊരു തെയ്യമാക്ക് മാറ്റാം. തെയ്യം ആദ്യം ഒരു മനുഷ്യനെ ഉണ്ടാക്കിത്തരും. ആ മനുഷ്യൻ തെയ്യത്തിനെ മാരി തന്നെ ആത്താം. ആ മനുഷ്യന്റെ പേര് ആദ്യം തായിന്തോ. തെയ്യം ആദ്യം ഒരു ഉറട്ടിനെ കൊടുത്ത. ആ ഉറട്ടിന്റെ പേര് ഔവന്റെ ആയിന്തായി. ആദത്തിനെ ഔവാനും തെയ്യം വളരെ സ്നേഹിക്കുന്നു.
തെയ്യാറില്ല നല്ലൊരു തോട്ടത്തിലാക്കിക്കുണ്ടോ. ആ തോട്ടത്തിലാർക്ക് തിന്മള ഒരു പാട് പായെന്താ. ഒരു മരത്തിന് പായം തിന്നരുതെന്ന് തെയ്യാറില്ല കൂടി പറഞ്ഞോ. അതിനെ തിണ്ടിച്ചുള്ളെങ്കിൽ ആരെ ജീവൻ പോവരു. ആരെന്തും ജീവിക്കണെൻ്റെ അതിൻ്റെ തെയ്യം കരുതിക്കുണ്ടായി. പിശാചിക്ക് തെയ്യത്തിന് കൂടി വിരോധമുണ്ട്. പിശാചി നുണയും ചതിയെ പറയും. പിശാചി തോട്ടത്തിൽ പോയിക്കാൻ തെയ്യം തിന്നരുതെന്ന് പറഞ്ഞ പായാറിലെ കൊണ്ട് തീറ്റിച്ചാ. അതിന് അവൻ തെയ്യത്തിന് അനുസരിപ്പം കാണി. അതിനൊരട്ടും തെയ്യത്തിന് കൂടി പാവം ചെയ്യത്തരും. എൻ്റെ മുതൽ എല്ലാ മനുഷ്യന്മാരും പാവം ചെയ്യൽ തുടങ്ങത്തരും. പാവം ചെയ്യേണ്ടത് എല്ലാവരും ജീവൻ പോകാൻ നരകത്തിൽ പോകുന്ന തെയ്യം പറഞ്ഞ. നരകത്തിൽ ഭയങ്കര തീയും വേദനയുണ്ട്. പാവം ചെയ്യേണ്ട മനുഷ്യന്മാരെല്ലാവരും നരകത്തിൽ പോണ്ടി വരും. തെയ്യം എല്ലാ മനുഷ്യനെയും സ്നേഹിക്കുന്നുണ്ടോ. അതുകൊണ്ട് എല്ലാ മനുഷ്യനും സ്വർഗത്തിൽ പോകണമെന്ന് തെയ്യം ആഗ്രഹിക്കുന്നുണ്ടോ. സ്വർഗം നല്ല തലാൻ്റെ അവിടെ എൻ്റെ തെയ്യം. പാവമുള്ളവരാരും സ്വർഗത്തിൽ പോകരുത്. നമ്മളെ പാവം മാറ്റം നമ്മളെ കൊണ്ട് കഴിയാം. അതുകൊണ്ട് മനുഷ്യനെ പാവം മാറ്റം തെയ്യം ഭൂമിയിൽ വന്ന. ആ തെയ്യത്തിന് പേര് അതിൻ്റെ യേശു ഉണ്ട്. യേശു ഒരു പാവം ചെയ്യാത്ത നല്ല മനുഷ്യന്. യേശു വയ്യാത്തരൊക്കെ സുഖപ്പെടുത്തി കൊടുത്ത. ബാധയും കൂട്ടുള്ളവരൊക്കെ സുഖാക്കുത്ത. യേശു ജീവൻ പോയവർക്കൊക്കെ പിന്നെ ജീവൻ കൊടുത്ത. അതുപോലെ എത്ര വലിയ കാര്യമൊക്കെ യേശു ചെയ്യുത്താം. യേശുക്ക് മാത്രം എത്ര വലിയ കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. മോശപ്പെട്ട ആൾക്കാർക്കൊക്കെ യേശുവിനെ കൂടി പൊറപ്പാ. ആ യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചത്. ആ യേശുവിനെ പിടിച്ച് കുറെ തല്ലിയും ചവിട്ടി കുത്തിയൊക്കെ ഇട്ടരു. ഒടുങ്കാർ യേശുവിനെ കുരിശിൽ തൂക്കിക്കൊണ്ടരു. നമ്മ പാവം കാരണത്താല നാം നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി തോന്നെ കഷ്ടപ്പെട്ട് ജീവൻ പോയ. ആ ജീവൻ പോയ യേശു മൂന്നാമത്തെ ദിവസം പിന്നെയും ജീവനൊടുക്കം വന്ന. 40 ദിവസം കഴിഞ്ഞ് യേശു സ്വർഗത്തിൽ പോയ. യേശു ഇപ്പോഴും സ്വർഗത്തിലുള്ള. യേശുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കും പോയി സ്വർഗത്തിൽ നിൽക്കാം. യേശുവിനെ കൂടി പറഞ്ഞാൽ നമ്മ പാപമൊക്കെ അവ പുറത്തു തരും. യേശു മാത്രം തെയ്യാണ്ട്. നീ യേശുവിനെ മാത്രം പ്രാർത്ഥിക്കണം. എന്താ നീ ജീവൻ പോയ സ്വർഗത്തിൽ പോവാൻ. ഒരു ദിവസം അന്തിക്ക് ഒരു മനുഷ്യൻ കാളവണ്ടിയിൽ പോയ. നല്ല ഉരുട്ട് കൊണ്ട് വയസ്സേർക്ക് കാമം കാണി. വണ്ടി 3 കൊടുത്തത്ത് പോയ. എങ്കിൽ ഇപ്പോൾ എൻ്റെ നിച്ചല്ല അതൊരു വയലിൽ കൂടെ തന്നെ തെളിച്ചു വിട്ടു. വയലിൽ ചളി മണ്ണ് വെച്ച് കാളയ്ക്ക് പോകാൻ വയ്യ. വണ്ടിക്കാരൻ കാളനെ അടിച്ചു കാട്ടിയൊക്കെ വിട്ട. അവ എങ്കിൽ പോൻ്റെ എൻ്റെ കാള വണ്ടിക്കാരൻ അറിയാം. സ്വന്തം നാട് വിട്ട് നല്ല നാട് നോക്കി തിരഞ്ഞു പോയവ. അവനെ നാട്ടിലാണെങ്കിൽ തിരക്കും മക്കണം സൂക്കടൊക്കെ വെച്ച് അവൻ നാട് വിട്ട് പോയാ. ഇപ്പോൾ എൻ്റെ വയലിൽ കള്ളന്മാരൻ കാണിത്തോൻ്റെ അവൻ കരുതുത്താം. ഈ വയലിൽ കൂടെ പോയാൽ നല്ല സ്ഥലത്തേക്ക് എത്തുൻ്റെ അവൻ കരുതുത്താം. മനുഷ്യന്മാരൊക്കെ കാളവണ്ടിക്കാരനെ പോലെ പോണ്ടിരാണ്ട്. നാമൻ കാളവണ്ടിക്കാരനെ ശരിക്കും വയ്യ അറിയാത്തരാണ്ട്. നാമ നല്ല വയ്യ അറിഞ്ഞിരിക്കണം. കാരണം ഇനി നാമ ജീവൻ പോയി കഴിഞ്ഞാൽ നല്ല വഴി തിരഞ്ഞെടുപ്പാൻ കഴിയ. ഈ ഭൂമിയിലെ ജീവിതം പാവം ദുഃഖം നിറഞ്ഞുണ്ട്. നമ്മളാകാത്ത വയലിൽ കൂടെ നടത്തം മുടിച്ച് ചെയ്ത്ത് നടക്കുന്നുണ്ടോ. പാവപ്പെട്ട വയലിൽ കൂടെ നമ്മളെ തെയ്ത്ത് നടത്തുന്നുണ്ടോ. തെയ്ത്ത് നല്ല വൈക്ക് തെയ്യത്തിനടുത്ത് പോ വൈക്കൽ കാണി. ഏത് വൈക്ക് പോയാലും തെയ്യത്തിനടുത്തേക്കല്ല എത്താൻ ചിലർ ചോദിപ്പരും. അല്ല, ഒരിക്കലും അവിടേക്കല്ല. പല വഴികളും പാവത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകുന്നുണ്ടോ. ചൈത്തന തലാൻ്റെ ഈ നരകത്തിൽ ഒരിക്കലും കെടാത്ത തീയുള്ള. ഇപ്പം നാം പാവത്തിൽ കൂടെ നടന്നാലും ജീവൻ പോകാൻ നരകത്തിൽ തീയിൽ അനുഭവിച്ചാടണ്ടേ. നരകത്തിലേക്ക് പോയാൽ പിന്നെ നമുക്ക് അവിടുന്ന് പുറത്തേക്ക് വരുവാൻ പറ്റാം. എൻ്റെ നാം ആ തീയിൽ കിടന്ന് വേദന സഹിക്കേണ്ടി വരും. ആ തീയിലേക്ക് പോകാതെ ഇപ്പം നമുക്ക് വേറെ വലിച്ച വഴിയുള്ളൂ. ഒരു വഴിയുള്ള ആ വഴി മനസ്സുണ്ടാക്കുന്ന വഴിയല്ല. പുണ്യകാര്യം ചെയ്യിച്ച് കളിച്ച വഴിയൻ്റെ അല്ല. അനുസരിപ്പ് ഇഷ്ടമുള്ളവർക്ക് തെയ്യം ഉണ്ടാക്കുന്ന വഴിയാൻ്റെത്. തെയ്യത്തിനടുത്തേക്കുള്ള വഴിയാണ് നാം അറിയണ്ടായി. യേശുവിനെ വിശ്വസിക്കണം. പാവത്തിനെ കുറിച്ച് സങ്കടപ്പെട്ട് യേശുവിനെ കുറിച്ച് നീ പറയണം. പാവനും പിന്നെ നീ ചെയ്യരുത്. എന്താ നിന്നെ യേശു സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നല്ല തന്തോഷത്ത് കൂടെ തെയ്യത്തിനടുത്ത് എന്തും ജീവിക്കാം. ആരുടെ പാവം തെയ്യം ശ്രമിച്ചു കൊണ്ട് ആരൊക്കെ എന്തും തന്തോഷാണ്. യേശുവിനെ വിശ്വസിക്കാത്തവർക്ക് ഈ തന്തോഷം കിട്ടാം. ഒരു കാര്യം കേൾക്ക്. യേശുവിനെ വഴിയിൽ കൂടെ പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. യേശുവിനെ നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴിക്ക് പോകാൻ നിന്നെ യേശു സഹായിക്കും. യേശു മാത്രമേ ഈ തന്തോഷമുള്ള സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ കഴിയും. നിന്നെ പാവം കളഞ്ഞ് നല്ല സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിച്ചാണ്ട് യേശുവിനെ ജീവൻ പോയി. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ യേശു ജീവിച്ചു വന്ന. ആ യേശു ഇണ്ടും ജീവിക്കുന്നുണ്ടോ.
യേശുവിനെ വിശ്വസിക്കുന്നവരെല്ലാവരും യേശു സ്വീകരിക്കുന്ന. യേശുവിനെ നീ ഇപ്പം തന്നെ വിശ്വസിക്കണം.